welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നത്? നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കുന്ന ചട്നി. പലതരം ചട്നി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. ഇതിൽ നമുക്ക് തേങ്ങ ഒരുപാട് വേണ്ട. തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പല രീതിയിൽ വെറൈറ്റീസിൽ ചട്നി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ചട്നീസ് അധികം എൻ്റെ ചാനലിൽ ഇട്ടിട്ടേ ഇല്ല. ഇനി ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ബേസിക് ആയിട്ടുള്ള എൻ്റെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ചട്നി വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ കൂടെ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടെ കാണിച്ചിട്ടുണ്ട്. അല്ല, ഇഡ്ഡലിയുടെ മാവ് അരയ്ക്കുന്നതൊക്കെ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ. സോ നമുക്ക് എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഏകദേശം ഒരു 3/4 കപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് തേങ്ങ ചിരകിയതാണ് എപ്പോഴും ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊരികടലയാണ്. പൊരികടല ഞാനിപ്പോൾ ഒരു 3/4 കപ്പിന് ഒരു കൈപ്പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി അരച്ചെടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ചട്നി അധികം വെള്ളം ഉണ്ടാവില്ല, കുറച്ച് കട്ടിക്കാണ് എപ്പോഴും അരച്ചെടുക്കുന്നത്. അപ്പം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എത്ര ലൂസ് വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം എന്തായാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ വെള്ളം പോരെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് ഞാനൊന്ന് പൾസിലിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്, എന്നാൽ മുഴുവൻ അരഞ്ഞിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചട്നി ഇട്ട് കൊടുക്കുകയാണ്. കട്ടി ചട്നിയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇത് കടുക് വറുത്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ചുകൂടെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. ഒരുപാട് വെള്ളമാക്കുന്നില്ല. നമ്മൾ തട്ടുകടയിലേക്ക് കിട്ടുന്ന മാതിരി വെള്ള ചട്നിയല്ല ഉണ്ടാക്കുന്നത്, എന്നാൽ ഒരുപാട് കട്ടിയിലുമല്ല. ഇതാണ് കേട്ടോ ചട്നിയുടെ കൺസിസ്റ്റൻസി. ഇത്രയും വെള്ളമാക്കുന്നുള്ളൂ ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഡൈല്യൂട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയാം. പിന്നെ ഇതിലും ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പലവിടെയും കണ്ടിട്ടുണ്ട് ചട്നി വല്ലാതെ മഷി മാതിരി അരച്ചെടുക്കണ കണ്ടിട്ടുണ്ട്. ഒരുപാട് മഷി മാതിരി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ചട്നിയുടെ ബിറ്റ്സ് ആൻഡ് പീസസും തേങ്ങയുടെ ബിറ്റ്സ് ആൻഡ് പീസസൊക്കെ കാണുന്നാലും വലിയ കുഴപ്പമില്ല. അതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. സോ ഇനി നമുക്ക് കടുക് വറുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കടുക് വറുക്കുന്ന കാര്യത്തിലേക്ക് പോകാം. ചട്നി ഇനി കടുക് വറുക്കാനുണ്ട്. അതിന് മുൻപ് നമുക്ക് വേഗം തന്നെ സ്പീഡിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, 2-3 തുള്ളി. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതെല്ലാം അവിടേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ടാക്കിയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂ വേണമെന്ന് നിർബന്ധമില്ല. എല്ലാം അവിടേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാവ് ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. മാവ് എങ്ങനെയാണ് അരയ്ക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതേ മാവ് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് വർഷങ്ങളായിട്ട് സൂപ്പർ സോഫ്റ്റ് പഞ്ഞി മാതിരിത്തെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ.
ഈ വരയുടെ തൊട്ട് താഴെയായിട്ടാണ് വെള്ളം നിറച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് മാവ് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കട്ടെ. ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അവിടെ വീണ്ടും പറയുന്നില്ല. വെള്ളം തിളച്ചു. ഞാൻ ആദ്യത്തെ തട്ടിലേക്ക് മാവ് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മേലത്തെ പാത്രത്തിലും കൂടെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് അരച്ചതിൻ്റെ റെസിപ്പി കാണാൻ മറക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടപ്പുണ്ട്. അടച്ചിട്ട് ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി റെഡിയാവും. ഇഡ്ഡലി റെഡിയായ ശേഷം നമുക്ക് ചട്നിക്ക് കഴുകാം. ഓക്കെ, 10 മിനിറ്റ് കേട്ടോ. ഇഡ്ഡലി ആയിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിക്ക് കടുക് വറുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിർബന്ധമില്ല, അതൊരു ഓപ്ഷണൽ സംഭവം മാത്രമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഒരു വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ചട്നിയിലെ ആ ഒരു വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കുകൊണ്ട് ഞാനത് ഒഴിവാക്കാത്തൊരു സാധനമാണ് വറ്റൽമുളക്. ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവട്ടെ. കടുക് ഞാനൊരു 1/2 ടീസ്പൂണേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അത് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എന്താണ് കടുക് വറുക്കാൻ ഇത്ര വലിയ പാത്രം എടുത്തതെന്ന് വിചാരിക്കേണ്ട. ഇൻഡക്ഷനിൽ എൻ്റെ ആകെ നോൺ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ആകെ യൂസ് ചെയ്യുന്ന പാത്രം, ഇൻഡക്ഷനിലാകെ ചേരുന്ന പാത്രം ഇതാണ് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 10-15 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പില ഒന്ന് കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് വാങ്ങിയിട്ട് ചട്നിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയായി. ഇഡ്ഡലിയും വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് വെച്ചിടാം. കറിവേപ്പില കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചട്നി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ കടുക് വറുത്തത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ഞി മാതിരിത്തെ ഇഡ്ഡലി, ഇതാ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കണ്ടോ, പഞ്ഞി മാതിരിത്തെ ഇഡ്ഡലി. ഇനി ചട്നി നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാറും കൂടി ഉണ്ടാക്കാം കേട്ടോ. ചില സമയത്ത് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് ചട്നി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും റെഡിയായി. അത്ര വലിയ സംഭവമായിട്ടുള്ളൊരു റെസിപ്പി അല്ല, എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. പലതരം ചട്നീസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു വൺ ഓഫ് ദ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ. പലതരം ഈ ചട്നി റെസിപ്പീസ് ഞാൻ അധികം ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചട്നീസ് വഴിയെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.